ഈ രോഗശാന്തി ശുശ്രൂഷയിലൂടെ രോഗങ്ങൾ ഭേദമാക്കാൻ പറ്റൂ? രോഗങ്ങൾ ഭേദമാക്കാൻ പറ്റും. ഏതൊക്കെ രോഗങ്ങൾ ഭേദമാക്കാൻ പറ്റും? ഒരു ലിമിറ്റും ഇല്ല, എല്ലാ രോഗവും. അങ്ങനെ പിന്നെ ആശുപത്രികൾ വേണോ? ആശുപത്രികളും വേണം. ആശുപത്രികളും നിങ്ങൾ ജീവിച്ച് ഭേദമായില്ലെങ്കിൽ അവിടെ കൊണ്ടുവിടാൻ? അങ്ങനല്ല. ആദ്യത്തെ ക്വസ്റ്റ്യൻ, യേശു ക്രിസ്തുവിന്റെ രോഗസൗഖ്യം ഉണ്ടോ? അതുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, യേശു ക്രിസ്തുവിന്റെ അടുത്ത് പോകാൻ എനിക്ക് മനസ്സില്ലെങ്കിൽ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം. പാകത്താനും ചോദിച്ചൊരു ചോദ്യം, കോവിഡ് കാലത്ത് നിങ്ങൾ എങ്ങോട്ട് പോയിരുന്നു? കോവിഡ് കാലത്തോ? കോവിഡ് ആരാ വരുത്തിയത്? ജനങ്ങളെ കഷ്ടപ്പെടുത്താൻ വേണ്ടി ദൈവം അയച്ചാണെങ്കിലോ? ദൈവം മനുഷ്യനെ കോവിഡ് കാലത്ത് എന്റെ മകൾ വിദേശത്തായിരുന്നു. കോവിഡ് വന്നു. എവിടെയായിരുന്നു? UK-ലായിരുന്നു. കോവിഡ് വന്ന് അവൾ ശ്വാസം പിടിച്ച് മരിക്കും എന്ന് ഞങ്ങൾ വിചാരിച്ചു. ആ സമയത്ത് ഞാനും എൻ്റെ വൈഫും കൂടെ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ചു. ഇന്ന് അവൾ അത്ഭുത സൗഖ്യം പ്രാപിച്ച് ദൈവസന്നിധിയിൽ ആ UK-യുടെ പ്രദേശത്തായിരിക്കുന്നു. അതുകൊണ്ട് കോവിഡിന്റെ സമയത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള അനേക വിഷയങ്ങൾക്ക്, അനേക വ്യക്തികൾക്ക്, മരണത്തോടെ മല്ലടിച്ചവർക്ക് വിടുതലുണ്ടായി. മാഡം ഒന്ന് പറയൂ. കോവിഡ് വന്ന് പ്രാർത്ഥിച്ചോ? ആശുപത്രി പിന്നെ എങ്ങനെ അസുഖം ഭേദമായി? അത് ഓട്ടോമാറ്റിക് ആയിട്ട് എന്റെ ഒരു പവർ കൊണ്ട് മാറി. അതിനെ ഞങ്ങൾ എതിർത്തിട്ടില്ലല്ലോ. ഇവിടെ രോഗം പ്രാർത്ഥിച്ചില്ലെങ്കിൽ മാറും, അതേപോലെ തന്നെ മരുന്ന് കഴിച്ചിട്ട് മാറും എന്നീ കാര്യങ്ങളെ ഞങ്ങൾ എതിർത്തിട്ടില്ല. അതേപോലെ തന്നെ രോഗശാന്തി, ഈ രോഗശാന്തി നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പ് ശരിയല്ല. അതായത് രോഗശാന്തി വേണം, ദൈവവചനം ഇങ്ങനെ പറഞ്ഞു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. വിശ്വസിക്കുന്നവർ മുഖാന്തരമായി നടക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.